അപ്പം ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വീണ്ടും അതിലെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറേ ഇതിനകത്ത് വീഡിയോസിലൂടെയൊക്കെ കണ്ടു കാണും. വിനുവും അനുവും പിണങ്ങി, ഇൻസ്റ്റാഗ്രാമിൽ രണ്ടുപേരും അൺഫോളോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്നതാണ് സത്യങ്ങളെന്നുള്ള അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വിനു പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്, ഇവർ പിണങ്ങാനുള്ള കാരണം പറയുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട്. അപ്പം ഇത് നമ്മുടെ ഷബീന ബീവിയുടെ ചാനലിലൂടെയാണ് കേട്ടോ ഈ രണ്ട് വോയിസും പുറത്ത് വന്നേക്കുന്നത്. ഒന്ന് പുള്ളിക്കാരിയെ കോൾ ചെയ്തതും ഒന്ന് ഒരാൾ അയച്ചു കൊടുത്തതുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ വിനു ഇങ്ങനെ ഈ അനുവിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ. വിനു പറയുന്നുണ്ട് വിനു തയ്യാറാക്കുന്ന ഓരോ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ ആയിക്കൊണ്ട് വിനുവിന് അവിടെ ക്ഷണമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചില സമയത്തൊക്കെ ഫസ്റ്റ് ടൈം തന്നെ വിനു അവിടെ ചെന്നതും അനു കേക്ക് മുറിക്കുന്ന സമയത്തും ഒക്കെ കുറേ ഇതായിട്ട് നെഗറ്റീവ് പറയാനും എവിടെയോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ ഇനി കല്യാണം കഴിക്കുമോ, ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണ് എന്നതൊക്കെയാണെന്നല്ലോ അവർ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും. വിനു പറയുന്നുണ്ട് വിനുവിൻ്റെ പെങ്ങളെപ്പല്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്ന്. പക്ഷേ സോഷ്യൽ മീഡിയ അല്ലേ, വീണ്ടും ഇവർ ഒന്നിച്ച് നടക്കുമ്പോഴത്തേക്ക് പലതും പറയാനായിട്ട് ആൾക്കാർക്ക് കാരണങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് അനു ഇത് എങ്ങനെയും ഒരു കാരണം കിട്ടി പിണങ്ങാനായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇത് കണ്ടപ്പോഴത്തേക്ക്. ഇതൊന്ന് ഒഴിവാക്കാൻ വെച്ചാൽ എന്നാ എന്നെ കണ്ട ഒരു പഴഞ്ചൊല്ലി എന്നെ ഓർത്തായിരുന്നു, മറന്നു. അങ്ങനെ ഒരു സംഭവം പോലെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നെയാണെങ്കിലും ഇപ്പോൾ രണ്ടുപേരും അകന്നാണ് നിൽക്കുന്നത്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എന്നിലൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കിടന്ന് വീണ്ടും ഇങ്ങനെ ഇവരൊന്നായിട്ട് നിന്നേച്ച് വീണ്ടും വരച്ചു കയറാൻ വരുമ്പോഴത്തേക്ക് ഇത് കണ്ട് ചിരിക്കാൻ ഒരുപാട് പേര് കാണും. ഇവരുടെ ശത്രുക്കൾ ശരിക്കും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഓരോ കാര്യങ്ങളും. ഇതിലിപ്പോൾ ഇത്രയും ഒരു വിഷയമാക്കിയേക്കുന്നത് ബിന്നിക്കും അതിലൊരു പങ്കുണ്ട് കേട്ടോ. കുത്തിത്തിരിപ്പെന്നൊക്കെ പറയും. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണായാലും പെണ്ണായാലും നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ടു, അത് ഒന്നിനിരട്ടിയായിട്ട് വേറെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ നമ്മൾ നിൽക്കരുത്. ആ പ്രശ്നം വഷളാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വഷളാക്കാൻ വേണ്ടി നിൽക്കരുത്. അതൊരു പന്ന സ്വഭാവമാണ്. ബിന്നിക്ക് ബിഗ് ബോസിൽ വന്ന് കുത്തിത്തിരിപ്പെന്നുള്ള പേര് വന്നത് അതാണ്. ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ബിന്നി അതിൻ്റെ വേറൊരു വശത്തൂടെയും കൂടെ ചിന്തിച്ച് കൂട്ടിക്കുഴച്ച് കുളമാക്കി എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞത്. അക്ബറൊക്കെ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിന്നിയാണ്. അത് പുറത്ത് വന്നപ്പോഴും വീണ്ടും അതേ ഇതിൽ തന്നെ പോകുന്നു. വീണ്ടും ആൾക്കാർ അങ്ങനെ തന്നെ വിളിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ തുടക്കം എന്നാന്നുള്ളത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. ഞാനിപ്പോ തന്നെ ഒരു വീഡിയോ കണ്ടു, അനുമോളും പി ആർ വിനുവും തമ്മിലുള്ള പ്രശ്നം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു അവിടെ ദുബായിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അനുമോളൊക്കെ കണ്ടതാണ്. അപ്പൊ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് വിശ്വാസമാണ് എന്തോന്നില്ല, കണ്ടൊക്കെ എനിക്ക് വിശ്വാസം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മെസ്സേജ് അയക്കാമെന്ന് തോന്നിയത്. അപ്പോൾ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു. വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിനെയും കണ്ടപ്പോ വിനു പറഞ്ഞു, ഞാനോ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്രേ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു. അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല, അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി. അപ്പോ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട്, നൂബിന്റെ ഒക്കെ ഫ്രണ്ടാണ്, അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമമായി. കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായിട്ട് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാത്രം സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അവരറിയാത്തൊരു കാര്യം വിനു എന്തിനും ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമമായി. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു. അതില് അവർ തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു, നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, വാട്സപ്പിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തു എന്നാണ് അനു പറഞ്ഞത്. പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്യുന്നത്, വിനു ചെയ്തെന്ന സപ്പോർട്ടൊന്നും ഞാൻ മറക്കില്ല, അതെനിക്ക് ഇപ്പോഴും ഇതാണ്. ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വിനുവിനെ വിശ്വസിക്കരുത്, വിനു കാരണമാണ് നിനക്ക് നെക്കായത്, അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും വിനു കൊടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല. എനിക്ക് ഒരാളും ചെളി വാരി എറിയുന്നത് ഇഷ്ടമല്ല, ഞാനത് ചെയ്യില്ല. പിന്നെ
അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. അപ്പോഴും ബിനുവിനെ എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇതാണ് ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറയാണ്. അതായത് സഹായിച്ച ആളെ അനു തിരിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല. അനു എപ്പോഴും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്കതിലൊന്നൊരു വിഷമില്ല, അതെല്ലാം അവിടെ കഴിഞ്ഞു. ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരെ തമ്മില് ബിനു അനുവിന്റെ കല്യാണം കഴിക്കുക അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അവര് ഇങ്ങനെ ഒന്ന് മാറി ഇതായി എന്നുവെച്ചാൽ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇതാക്കുന്നത്. അപ്പോഴും അനു പറയുന്നുണ്ട് ബിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവമായിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇവരുടെ അനുവിൻ്റെ ഒരു ഫ്രണ്ടോ അതോ ഫാൻസ് ഗ്രൂപ്പിലുള്ള ആരോ ആണ് ഈ വോയിസ് ഇട്ടേക്കുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട്, ബിന്നിയൊക്കെ കൂടി നിന്നപ്പോൾ അവർ ഒരു പ്രോഗ്രാമിൽ പോയപ്പോഴത്തേക്ക് എന്നെ ഒരു അവാർഡൊക്കെ മേടിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ബിനു പറഞ്ഞത്, ഞാൻ നിങ്ങളെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ പി ആർ ചെയ്തെന്നാണല്ലോ ഇവർ പറഞ്ഞു കിടക്കുന്നത്. വിനു ആണ് ചെയ്തത്. ഇതിൽ എന്നെന്ന് വെച്ചാൽ ഈ പി ആറിൻ്റെ പ്രശ്നം വന്നത് വിനു വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു കേട്ടോ. കാര്യം എന്നെന്ന് വെച്ചാൽ അനു പി ആർ വർക്ക് ചെയ്യുന്ന വിനു ആണെന്നും ഒക്കെ അങ്ങനെയൊക്കെ കുറേ ഇത് പറഞ്ഞു. അകത്ത് അനു പറഞ്ഞു, പുറത്ത് പുള്ളിയും പറഞ്ഞു. അങ്ങനെയാണ് ഈ പി ആർ എന്നുള്ളത് ഈ പ്രാവശ്യം ഇത്രയും ഒരു നാറിയ ഒരു വാക്കായിപ്പോയി. കാര്യം വെച്ചാൽ നാറിയ വാക്കെന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും എന്നെ കാണിച്ചാലും പി ആർ. നമ്മളിപ്പോൾ അനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ പോലും അനുവിൻ്റെ പി ആർ ആണോ എന്ന് അന്നേരം ചോദിക്കും. അനുവിന് എതിരായിട്ട് പറഞ്ഞാലും അതും വിഷയമാകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ വിനു പറയുന്നുണ്ട്, പറഞ്ഞ കാര്യം പറഞ്ഞു, ഇങ്ങനെ അവിടെ ഇങ്ങനെ പറഞ്ഞു, പുള്ളിയല്ല പറഞ്ഞേക്കുന്നത്, പുള്ളി അങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഗ്രൂപ്പിലുള്ള വേറെ ആരണ്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നോ അവർ ഗ്രൂപ്പായിട്ട് തിരിച്ചെന്നോ മാറ്റിയെന്നോ പോയെന്നോ ഇങ്ങനെ നെഗറ്റീവൊക്കെ പറഞ്ഞവരൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വിനവിയും പറയുന്നുണ്ട് അങ്ങനെ അത് പറയുന്നത് ജെനുവിനായിട്ടാണ്. അവരെന്തോ ഒരു ഇതിനകത്ത് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് റിമൂവ് ചെയ്യുന്നു, അങ്ങനെയുണ്ടൊക്കെ കുറേ കാര്യങ്ങളും പുള്ളിക്കാരിയും പറയുന്നുണ്ട്. അപ്പം ഇത് അവിടെ ഇവർ ബിനു പറഞ്ഞു, ബിന്നിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഈ അനുമോടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനോ അങ്ങണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അനു പൊതുവേ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പൊസസീവാണ് പുള്ളിക്കാരി ആ കാര്യത്തിൽ. പുള്ളിക്കാരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മ, അച്ഛൻ, ചേച്ചിയുടെ കുഞ്ഞ്, ഹസ്ബൻഡ്, അതൊരു ഭയങ്കര ഒരു ഇതാണ് പുള്ളിക്കാരിക്ക്. ഭയങ്കര അഡിക്റ്റാണ് പുള്ളിക്കാരി ഫാമിലിക്ക്. അതൊരു നല്ല കാര്യമാണ്, ഫാമിലി എത്ര സ്നേഹിക്കുന്നത്. അത് മോശമൊന്നും നീ പറഞ്ഞു കേട്ടോ, നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം പുള്ളിക്കാരുടെ ചേച്ചി അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് മോശമാക്കി കുറ്റക്കാരിയാക്കി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അനുവിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അങ്ങനെയാണ് അനു വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തതും ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തതും എല്ലാം ചെയ്തത്. പക്ഷേ എന്നാലും അനുവിന് പറയുന്നുണ്ട്, പുള്ളിയുടെ ഒരു ഇതുകൊണ്ട് അനുവിന് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അനുവിന് ഒരിക്കലും ഒരു പിണക്കമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അനു ആണെങ്കിലും ഒരു നെഗറ്റീവ് ഒന്നും പറയാനായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് മറ്റുള്ളവർ ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരിത് വന്നപ്പോഴത്തേക്ക് ഇവർക്കിടയിൽ പ്രശ്നങ്ങളാണ്, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അതിനെ തന്നെ അവർ പറയുന്നത് കേട്ടോ, ഇങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കും എന്നൊക്കെ മനുഷ്യരങ്ങ് സ്വയമേ അങ്ങ് കരുതുവാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും, എടുക്കും എന്നും പറഞ്ഞിട്ട്. അനീഷ് ഒരു പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു അനീഷിനെ കെട്ടുവാൻ. അവർ തമ്മിലുള്ള വീഡിയോ വരെ അങ്ങ് ഇറക്കി കഴിഞ്ഞു. ഇതൊക്കെ ഒരു മനുഷ്യർക്കൊക്കെ ഒരു നേരം പോക്ക് പോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എത്രയാണേലും അനു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അനുവിനും പൊതുവേ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും, അവരുടെ വീട്ടുകാർക്കും വരും ബുദ്ധിമുട്ട്. പിന്നെ പൊതുവേ ഈ വിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ ചെന്നാലും ഈ പുള്ളി ഉണ്ട് ഇവരുടെ കൂടെ ഓരോ കാര്യങ്ങൾക്കായിട്ട്. പി ആർ വർക്ക് ചെയ്തു, ശരിയാണ്. പുള്ളി പറയുന്നത് പുള്ളിയുടേതായ ഇതിനൊക്കെയാണ് പോകുന്നത്. ആ കൂടെ അനുവിനെ ഇതാക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെയാണേലും രണ്ടുപേരും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംസാരം കാര്യങ്ങളും ഒന്നുമില്ല, ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നു. പക്ഷേ ഇതിന് വിനുവിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് കേൾക്കേണ്ടേ. ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ. വിനു പറയുന്നത് ഇവിടെ നമുക്ക് കേൾക്കാം എന്നതൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും. അത് ഓരോ കാര്യങ്ങളും നമുക്ക് ചിലർ പറയുന്ന കേൾക്കുമ്പം ജെനുവിനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പം നമുക്ക് വിനു പറയും, നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ. വിനു ആണ്. ഹലോ. ഓക്കെ പറയും. നമ്മളന്ന് മറ്റേ സിബിന്റെ കലൻസിൽ കണ്ടിരുന്നു. വിനു പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല. പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു. ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. അത് പറയാമോ നിങ്ങളോട്? പിന്നെന്താ
ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ലോ, അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും ഗ്രൂപ്പിനെയും ഞാൻ കണ്ടു, അവരടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്ത ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം, ആ ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഒക്കെ അയച്ചു. ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിനും ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ്, കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് പുറത്താക്കി. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു. മനസ്സിലായത്? അനുമോളുടെ ചേച്ചിയൊന്നും പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു, അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിനു പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിൽ കുറച്ച് പേര് പ്രശ്നമാക്കിയപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേരെ എടുത്ത് കളഞ്ഞു. അങ്ങനെയുള്ളവർ ചേർന്നൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ആ ഗ്രൂപ്പിൽ അനുവിൻ്റെ ചേച്ചിയുണ്ട് എന്ന് ഒന്ന് പറയുന്നുണ്ട്. പക്ഷേ അനുവിൻ്റെ ചേച്ചി അങ്ങനെ ഒരു കാര്യത്തിനും ആരെയും ഒന്നും പറയാൻ നടക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവിൻ്റെ ചേച്ചി ഉണ്ട്, പുള്ളിക്കാരോട് ചോദിച്ചാൽ ഇത് മനസ്സിലാവും എന്നുള്ള രീതിക്കാണ് ഈ വിനു പറയുന്നത്. പക്ഷേ ഇത് ബിന്നി എങ്ങനെ കൊണ്ട് കൊടുത്തതെന്ന് ചോദിച്ചാൽ, അനുവിൻ്റെ ചേച്ചിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിക്ക് ഈ അനുവിൻ്റെ ചെവി കൊണ്ട് എത്തിച്ചു. അനുവിനും പിന്നെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അനുവിന് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അനു നിൽക്കത്തില്ല. അത് ശൈത്യം, നമ്മൾ ബിഗ് ബോസിലൊരു കാര്യം കണ്ട, ശൈത്യമല്ല പറഞ്ഞ് മസ്താനിയാണ് അനുവിൻ്റെ പുറത്തെ കാര്യങ്ങളെല്ലാം അകത്ത് വന്നതെന്ന്. നൂറെ ഇവരാരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ നമ്മളോട് ഒരാളൊരു കാര്യം പറയാൻ വരുമ്പം അത് കേൾക്കാൻ നമ്മൾ നിൽക്കാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു കാര്യം നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് പറയാനുള്ള കാര്യം കൂടെ കേൾക്കാനായിട്ടൊന്ന് നിൽക്കണം. അനുവിന് അങ്ങനെ ഒരു കുറച്ച് സ്വഭാവമൊക്കെ ഉണ്ട്. എനിക്ക് അനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തെറ്റ് കണ്ട തെറ്റാന്ന് തന്നെ പറയണം. അത് എന്നാന്ന് വെച്ചാൽ അനുവിന് അത് എത്രമാത്രം ഫീൽ ആയിട്ടുണ്ടെന്നുള്ളത് അക്ബറിൻ്റെ ആ വിഷയത്തിൽ മനസ്സിലായി കാണും. നൂറല്ല അതിലും നുണ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അനു ശരിക്കും അക്ബറിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമുക്കൊരു നിസ്സഹായ അവസ്ഥയാണ് നമ്മുടെ അത്. നമ്മളൊരു കാര്യം പറയാനായിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ നെഗറ്റീവ് മാത്രം മനസ്സിൽ കയറ്റി വെച്ച് എനിക്കിനി ഒന്നും കേൾക്കേണ്ട എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാനും അങ്ങനെ കുറേ സിറ്റുവേഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദേവനന്ദൻ അത് അവർക്ക് നേരിട്ട് തന്നെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അവർ ക്ലിയറാക്കി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളത് മൈൻഡ് കൊടുക്കാറില്ല. നമ്മൾ അനുഭവിക്കാനുള്ള വിഷമ സമയത്ത് അനുഭവിച്ച് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ ആ ഗ്രൂപ്പിൽ സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്തതാണ് പുള്ളി. പക്ഷെ പുള്ളി ഒന്ന് ക്ലിയർ ചെയ്യാൻ പോയതാണ്. മൊത്തത്തിൽ പുള്ളി ക്ലീനായിപ്പോയി. അവിടുന്ന് ക്ലിയർ ആയിട്ട് പോയി അനുവിൻ്റെ ആ ഒരു ഫാമിലിയിൽ നിന്ന്. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ കേൾക്കാം. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്നൊരാളാണ്. കാരണം 2 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കില്ല, എന്നോട് ചോദിക്കേണ്ടതായ ഉദ്ദേശം. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനുമോളുടെ ചേച്ചിയുടെ കളിയിലേക്ക് ഇട്ട് ബിനു എസ്കേപ്പായി. അപ്പൊ അവിടെ ഞാൻ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ കളിയിൽ കിട്ടും. ഞാനിത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് നൂബിനായിട്ട് സംസാരിച്ചു. നൂബിൻ എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ അങ്ങനെ വിനു അങ്ങനെ പറഞ്ഞിട്ടില്ല, നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ അയച്ചു തരാം. അനുമോളുടെ ചേച്ചി പറഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ, അതായത് അനുമോളുടെ ഈ 16 ലക്ഷത്തിന് പിആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിവെച്ചുണ്ടാക്കി ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ലെന്നത് ഞാനായിട്ട് തന്നെ പോയത്. ഇതാണ് അവിടെ സംഭവിച്ചത്. കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി. അവര് പറയണത് വിശ്വസിക്കുന്നു, നമ്മൾ പറയണത് അവരെടുക്കുന്നില്ല. ഞാനിത് നീലിടമ്പിൽ പറയാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരും പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും
അല്ല, ഇതാണ് സംഭവിച്ചത് ആക്ച്വലി, മനസ്സിലായോ? ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചത്. അല്ലാതെ ഇത് എനിക്ക് അനുമോളെ പ്രേമിച്ചപ്പെട്ട, കാരണം അനുമോൾ എന്ന് പറഞ്ഞ ആള് അവിടെ ചേച്ചി വന്ന് കരയുമ്പോ അനുമോൾ അത് വിശ്വസിച്ച് പോയി, മനസ്സിലായി. ചേച്ചിയോട് പറഞ്ഞ വേറൊരാളാണ്, ആ വേറൊരാളോട് പറഞ്ഞ വേറൊരാളാണ്, മനസ്സിലായത്. 3-4 കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് അവിടെ അതായത് ഒരു പിന്നെ വേറൊരാളോട് പറഞ്ഞു, വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വേറെ രീതിയിൽ അനുമോളോട് പറഞ്ഞു, മനസ്സിലായി. അപ്പൊ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പിടിക്കാൻ തയ്യാറായിരുന്നില്ല. കറക്റ്റാണ് പറയുന്നത്. നമ്മൾ ആ സമയത്ത് വിനു അനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അനുവിൻ്റെ ചേച്ചി കരഞ്ഞാണ് വിളിച്ചത്. അനുവിന് പറഞ്ഞാൽ അനുവിന് ചേച്ചിയോട് ഒരു ഭയങ്കര ഒരു അടുപ്പമാണ് കേട്ടോ. അനുവിൻ്റെ ചേച്ചി പറയാറുണ്ട്, അനു പറയാറുണ്ട് അമ്മയെപ്പോലാണ്, അതുപോലൊരു കരുതൽ സ്നേഹം ഒക്കെയാണ് അനുവിൻ്റെ ചേച്ചിക്ക്. ഭയങ്കര ഒരു ഇഷ്ടമാണ് അനുവിന്. അപ്പം അങ്ങനെ ഒരാൾ വിളിച്ച് കരഞ്ഞ് പറയുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി അതങ്ങ് വിശ്വസിച്ചു. പക്ഷേ വിനു കൂടെ ഉണ്ട്. വിനുവിനോട് ചോദിക്കായിരുന്നു, ഇതെന്നാണ് സംഭവം, ഇതെങ്ങനെ വല്ലതും ആണോ, എൻ്റെ ചേച്ചി എന്തിനാണ് കരയുന്നത്, ഇങ്ങനെ സത്യങ്ങളാണോ എൻ്റെ ചേച്ചിയുടെ. ഇപ്പോൾ ഇത് പുള്ളിക്കാരൻ കൊണ്ടുപോയി അനുവിൻ്റെ ചേച്ചിയുടെ തലയിൽ ഈ കുറ്റങ്ങളെല്ലാം അങ്ങ് ചാരി പുള്ളിക്കാരി അങ്ങ് നെഗറ്റീവ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊരു 2-3-4 പേര് സംസാരിച്ചാണ് ഇവരുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ബിഗ് ബോസിൽ തന്നെ കണ്ടായിരുന്നു ലാലേട്ടൻ ഒരാളോട് ഒരു കഥ പറയുന്നത്, അത് അവസാനം വന്ന് നിന്നത് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിലാണ്. ഒരാളിപ്പോൾ നമ്മൾ എന്നോടിപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞ് ഞാനത് അടുത്തൊരാളോട്ട് പറയുമ്പം തന്നെ അതിനൊരുപാട് മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് ഈ വോയിസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ടും കേൾക്കുന്നത്. ഇപ്പം നമുക്ക് കേൾപ്പിക്കും, നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവർ പറഞ്ഞതുമായിട്ട് കുറച്ചൊക്കെ വ്യത്യാസം വരും നമ്മുടെ സംസാരത്തിൽ. അപ്പം ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ ഏതായിരിക്കും വിശ്വസിക്കുന്നത്. എന്നതാന്ന് പറഞ്ഞാലും ബിനു കുറച്ചൊക്കെ അനുവിന് വേണ്ടി ബിഗ് ബോസിന് അനുകൂലമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്നുള്ള അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത ഒരാൾക്ക് പറയാനുള്ളത് അതാ ഞാൻ പറഞ്ഞത്. അനു ഒരു പക്ഷേ ഇത് ഒഴിവാക്കണം എന്നുള്ള രീതിക്ക് നിന്നുകൊണ്ടായിരിക്കാം ഒരു പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് അതങ്ങ് ക്ലോസ് ചെയ്തത്, അതങ്ങ് വിശ്വസിച്ച്. പിന്നെ ബിന്നിയെ അനുവിന് നേരത്തെ അറിയാം. ശരിക്കും അനുവിന് ഫസ്റ്റ് പാര തുടങ്ങിയത് ബിന്നിന്നാണ്. ബിന്നിയാണ് പറഞ്ഞത് ഈ 16 ലക്ഷത്തിൻ്റെ കഥയും കൊണ്ടുവന്ന് അത്രയും കൊടുത്തു, PR ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അപമാനിച്ചാണ്. ആ ഒരാൾ പറയുന്ന വാക്ക് കേട്ട് വേറൊരാളെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെയാണ്. അനുവിനൊന്ന് ചിന്തിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സൗന്ദര്യം കൂടുതലുള്ളവർക്ക് ബുദ്ധി ഇച്ചിരി കുറവാന്നൊക്കെ പറയും. ചിലർ പറയും, എല്ലാവരും ഒക്കെ ഒന്നുമില്ല, സൗന്ദര്യം ബുദ്ധിയൊക്കെ ഉള്ളവരുണ്ട്, ചുമ്മാ കളിയാക്കി പറയുന്ന ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അനു ഒരുമാതിരി ഒറ്റ ബുദ്ധി കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഏതൊരു കാര്യവും 2 ഭാഗവും കൊണ്ട് കേൾക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണം. അല്ലാതെ ഒറ്റ ബുദ്ധിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ശരിയാകുകയില്ല. എന്നാണേലും എനിക്ക് പറയുന്നത് കേട്ടപ്പം പിന്നീട് ചിരി വന്നതിനാന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നുണ്ട്, ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി ഒന്നും പറഞ്ഞു, പക്ഷേ ഈ ഷബീന ബേബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്നാ കിട്ടിയാലും എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കും, അതിനൊരു സംശയം പുള്ളിക്കാരി പറയുകയും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ പറയാറുണ്ട്. എനിക്ക് എന്തോ പുള്ളിക്കാരുടെ സ്വഭാവം എനിക്ക് കുറേയൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പുള്ളിക്കാരി പറയാനുള്ളത് പറയുകയും ചെയ്യും, ചെയ്യാനുള്ള കാര്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി അത് പറഞ്ഞേച്ച് തന്നെയാണ്. പുള്ളിക്കാരി പറഞ്ഞു, ഞാനിത് ഇടും, എനിക്ക് കിട്ടുന്നതല്ല, ഞാനെടുത്ത് സോഷ്യൽ മീഡിയ ഇടും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഇടാൻ വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്കാരി അങ്ങനെ ഇട്ടുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങൾ എന്നാന്നുള്ള മറ്റുള്ളവർക്കൂടെ മനസ്സിലാക്കാൻ പറ്റി. ഇതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം ബിനു പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ. സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നു പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ അനുമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല, അനുമോളുടെ രീതിയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവര് ലീക്കിയുടെ ചാറ്റ്, ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കണ്ടുള്ള ഗ്രൂപ്പിലുള്ളതല്ല, ഞാനായിട്ട് തെറ്റി പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റാണത്. അതിൽ അനുമോളുടെ ചേച്ചി മെമ്പറും അന്യനും ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ഞാൻ എങ്ങനെ അനുമോളുടെ ചേച്ചി ഇട്ട് കൊടുക്കണമാവുന്നു, മനസ്സിലായോ? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു. അത് അനുമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തതെന്ന രീതിയിൽ വന്നു. അവര് അതിനോട് ഓവർ റിയാക്ട് ചെയ്തു. അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനുമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു. എനിക്ക് റിയാക്ഷൻ ഓക്കെയാണ്. കാരണം അനുമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എന്നോട് റിയാക്ട് ചെയ്ത് ഓക്കെ. പക്ഷെ എന്റെ ഭാഗം കേൾക്കാതെ എന്റെ അടുത്ത് ഒന്നുകൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. എന്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല, എന്റെ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല. അപ്പൊ ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായപ്പോ ഞാൻ തന്നെ ശരി, അത് ഞാൻ മനസ്സിലായി. ഓക്കെ, ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു കാരണം ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിൽ ഞാൻ പോയിട്ടുള്ളൂ. നമുക്ക് വർക്ക് ഉണ്ടല്ലോ, ഞാനും PR ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. ഇപ്പൊ ദുബായി പോയത് പോലും ഞാനെടുത്ത വർക്കാണ്. അതിപ്പോ ഞാനായിട്ട് തന്നെ മാറിയതാണ്. നെഗറ്റീവ് ആവണ്ട, എന്തിനാണ് ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായി പോയതും
ഇപ്പൊ ഈ ഹൈബ്രിഡായിട്ടുള്ള വർക്കും എല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താണ്. പക്ഷെ അതല്ലാതെ കോളേജിൽ പോലും ഞാൻ മാറിയതാണ്. ഞാൻ പോസിറ്റീവ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ കോളേജിൽ വേറെ സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലായിടത്തും സ്വയം മാറുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറുന്നില്ല. ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അനുമോളാണ് എന്നെ വിളിച്ച് മലബാർ ഇവന്റിന് പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. ഞാൻ മാറി നിൽക്കുകയോ ആരടുത്തെങ്കിലും പറയണ്ടായോ? നിങ്ങളുടെ ഭാഗം കേൾക്കണ്ടേ? അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ആയിപ്പോവും. കാരണം ഞാൻ ബിഗ് ബോസ് തന്നെ ആയിപ്പോവും. ഞാൻ സിനിമ ഡയറക്ടർ കൂടിയാണ്. അപ്പൊ എനിക്കിന്റെ സിനിമകളാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ബിഗ് ബോസിന്റെ വർക്ക് അവിടെ കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു പാസ്സാകാറായി. ഇനിയും ഇതിന്റെ പുറകെ നടക്കണം എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് അനുമോള് ബിഗ് ബോസിന് ഇറങ്ങി മാത്രം പോരല്ലോ, അത് കഴിഞ്ഞിട്ട് വർക്കുകൾ വേണ്ടേ? മനസ്സിലായി. അപ്പൊ ഞാൻ ഒരു പ്രശ്നം തന്നെയല്ലേ? അപ്പൊ അത് എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും കൂടുതൽ അനുമോളുടെ കൂടെ എന്തെങ്കിലും ഞാൻ വീണ്ടും തിരിച്ചപ്പെടുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ട്. അനുമോളുടെ ഫാൻസ് തന്നെ നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേര്. അപ്പൊ അവര് ഓരോ ദിവസം അനുമോളുടെ ചേച്ചി വിളിച്ചിട്ട് നമ്മളെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. അനുമോൾ ഞാൻ റിലേഷൻ ആയി പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെയാണ് ഇവർ പേടിപ്പിക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞു തന്നെ ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും ഒരു റിലേഷനായി പോകുമെന്നുള്ള ഇവരുടെ ഫാമിലിക്കും ഒരു ചെറിയ ഇതുണ്ട്. കാര്യം അതുകൊണ്ടായിരിക്കും അത്. പക്ഷേ അതിനകത്ത് ഞാനതുപോലെ പറയുന്നില്ല കേട്ടോ. ഷബീന ബീബി പറയുന്നുണ്ട് 30 വയസ്സ് കഴിഞ്ഞ പെണ്ണല്ലേ, കറവപ്പശുവായിട്ട് നിർത്തിയേക്ക് വേണ്ട. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് അവരൊന്നും കൂടെ റിയാക്ട് കൂടുതലായിട്ട് ചെയ്യും. ഞാനങ്ങനെ പറയുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അവരുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്നാന്നുള്ളത്. ഒരുപക്ഷെ അനുവിനിപ്പോൾ വിവാഹപ്രായമൊക്കെ കഴിക്കേണ്ട സമയമൊക്കെ ആയി. ഇനി ഒരു വിവാഹമൊക്കെ ആയി. ഇനി 3 വർഷം കൂടെ ഒക്കെ വീണ്ടും നീണ്ടെന്ന് പോകുമ്പോഴത്തേക്ക് പിന്നെ ഏജിൽ പോവും. മറ്റേ എന്നായിരുന്നു നമ്മുടെ അനീഷിൻ്റെ ഏജ് വെച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അനു പറഞ്ഞു 3 വർഷം കൂടെ കഴിയുമ്പോൾ പുള്ളിക്ക് ഇത്രയും കൂടെ പ്രായമാകുന്നു. 3 വർഷം കഴിയുമ്പോൾ പുള്ളിക്കാരും പ്രായമാകുമല്ലേ ഇന്ന്. അല്ലാതെ പുള്ളിക്കാർ കുഞ്ഞയച്ച അനീഷ് മാത്രമല്ലല്ലോ പ്രായമാകുന്നത്. അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ. എന്നാലും പക്ഷേ നമ്മൾ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരാളെ ഒരുപാട് നമ്മൾ കുറച്ചെങ്കിലും അവർ പറയുന്നത് ചിലപ്പോൾ ഇനി സത്യമോ കള്ളമോ എന്നത് വായിക്കട്ടെ അവർക്ക് പറയാനും കൂടെ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനിയിപ്പം അനുവിനെ അറിയാവുന്നവരൊക്കെ വന്നേച്ച് എന്നെ വല്ലതും പറയുമായിരിക്കും. ഞാനങ്ങനെ അനുവിനെ ഇതായിട്ട് പറയുന്നതല്ല. അനു തന്നെയല്ല, ആരായാലും നമുക്കിപ്പോൾ ആരായാലും നമ്മളൊരു സഹായം ചെയ്ത് വെച്ച് അവരൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് നമ്മളല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കേൾക്കുന്ന കാര്യമായിരിക്കണം. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു കാര്യം കേട്ടിട്ടാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി നമുക്ക് പറയാം, അത് ഞാൻ കേട്ടതാണ്. നമ്മളോട് വേറൊരാൾ വന്ന് പറയുന്ന കാര്യമാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഈ ബിന്നിയെ പോലെയുള്ളവരൊക്കെ കേട്ട പാടി ഉടനെ അത് വിശ്വസിക്കാൻ പാടില്ല. അതിനൊരു ചേച്ചിക്കാണേലും ഒന്ന് ചിന്തിക്കായിരുന്നു ഇതിൽ എന്നതാണ് സത്യാവസ്ഥ. അല്ലെങ്കിൽ അവരൊക്കെ തമ്മിലാണേലും അങ്ങോട്ട് കിട്ടി ഇവരുടെ വീട്ടിലൊരാളെ പോലെയാണ് ഇവന് നടക്കുന്നത്. ഇവനോട് ചോദിക്കായിരുന്നു, ഇവനും ഇങ്ങനെ ഒരു കാര്യം കേട്ടു, സത്യമാണോ, ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്ന് ചോദിക്കായിരുന്നു. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മിന്നിയുടെ ഹസ്ബൻഡോട് ചോദിക്കുമ്പം പുള്ളി പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞതെന്ന് പറയുന്നത് പുള്ളി പറയുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കും കൂടെ ഒരു ചീത്തപ്പേരായില്ലേ. ഇപ്പം ഭാര്യയും ഭർത്താവും കുത്തിത്തിരിപ്പുകാരെന്നുള്ളത് മിക്കവരും പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കുത്തിത്തിരിപ്പുകാരെന്നുള്ളത് ഓരോ കാര്യങ്ങൾ വരുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ജെനുവിനായിട്ടൊന്ന് ചിന്തിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുവെച്ചാൽ ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. ഈ അവിടെ ഇവിടെയും കൂട്ടിപ്പിടിപ്പീരും തല്ലിപ്പീരും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ബിന്നി കണ്ടാൽ പറയത്തില്ല കേട്ടോ. ബിന്നി ഇങ്ങനെ കൂട്ടിപ്പിടിപ്പിക്കലും കൂട്ടിത്തല്ലിപ്പീരുമായിട്ട് നടക്കുന്ന ഒരു സാധനമാണെന്നുള്ളത്. പക്ഷെ ബിന്നി സൈലൻ്റായിട്ട് നിന്ന് ഒന്നുമല്ലല്ലോ, അവരൊരു ഡോക്ടറല്ലേ, അവർക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി ഇല്ലേ, അവർക്ക് അവരുടേതായ രീതിക്കൊന്നൊരു സ്റ്റാൻഡേർഡായിട്ട് നിന്നുകൂടെ? ഒന്നെങ്കിൽ കേൾക്കുന്ന ആരും സത്യങ്ങൾ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് ഇതിനൊക്കെ ഏറ്റവും നല്ല മാർഗ്ഗം. എന്നാണേലും 2 പേരും ഇപ്പോൾ അടിച്ച് പിരിഞ്ഞു. വിനുവിൻ്റെ കാര്യങ്ങൾ. പക്ഷേ അനു ഇതുവരെ ഒന്നും ഒരിടത്തും വന്ന് പ്രതികരിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അനു ഒന്നിനും ഒരു കാര്യം പറ്റില്ല. ഇനി വരുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. മറ്റേ അനുവിൻ്റെ ഒരു ഫാൻസ് ആയിട്ടുള്ള ആരോ ഒരു പുള്ളിക്കാരിയാണ് ആ ഒരു വോയിസ് ഇട്ടേക്കുന്നത്. ഇത് വിനു അത് കേട്ടപ്പം അത് ചാനലിലൂടെ പുറത്ത് വന്നപ്പോഴത്തേക്ക് വിനു ഒരുമാതിരി മോശക്കാരനായ പോലെ വിനുവിന് തോന്നി. അങ്ങനെയാണ് വിനു ഈ ഒരു കാര്യം പുള്ളിക്കാരി അതെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ചാനലിലൂടെ തന്നെയാണ് ആദ്യത്തെ വോയിസും വന്നത്. 2ാമത്തെ വോയിസും അതിലൂടെ തന്നെ എന്നാലും അത് കൊടുക്കുമ്പോൾ പുറത്ത് വിടും എന്നുള്ളത് വിനുവിനറിയാം. അതിനുവേണ്ടി അല്ല എന്ന് പറഞ്ഞാലും അത് വിടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പം പുള്ളിക്കാരുടെ ചാനലിൽ വന്നതാണ്. അപ്പം നമ്മൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടക്കല്ലേ, നമുക്ക് ഇതിനൊന്നും അറിയണ്ടേ. അതുകൊണ്ടാണ് വീഡിയോ ചെയ്ത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കും എഴുതാൻ അറിയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായി കേട്ടോ. ആരും എഴുതാറില്ല. ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ലൈക്കും ചെയ്യുന്നില്ല. എന്നാണേലും നിങ്ങൾ വരുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.